ഹായ് ഹായ് പ്രിയപ്പെട്ടവരെ, സിസ്പ്രസ് മീഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ വായനശാലിൻ്റെ ഓണാഘോഷ പരിപാടി നടന്നിരുന്നു. ഓണാഘോഷ പരിപാടി കഴിഞ്ഞിപ്പോൾ കുറേ ദിവസമായി. വേറെ എന്തെല്ലോ തിരക്കും ബുദ്ധിമുട്ടും കൊണ്ടല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നേരം പോയി. മുൻ വർഷങ്ങളിലെല്ലാം നല്ല രീതിയിൽ വായനശാലിൻ്റെ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വെച്ചാൽ നോട്ടീസ് അടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വായനശാലേൻ്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തണ്ട എന്നുള്ള തീരുമാനം എടുത്തതായിരുന്നു. വയനാട്ടിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടെല്ലാം കൊണ്ടെല്ലാം തന്നെ ആഘോഷിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ പിന്നെ വായനശാലേൻ്റെ പരിസരത്തുള്ള കുട്ടികളൊക്കെ ചെറിയ രീതിയിലങ്ങ് നടത്തണം, നമുക്ക് കൊല്ലത്തിലൊരിക്കൽ കിട്ടുന്ന പരിപാടിയല്ലേ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓണാഘോഷം നടത്തിയത്. മറ്റൊരുപാട് ജനപങ്കാളിത്തത്തോടു കൂടി നടന്ന പരിപാടിയായിരുന്നു. ഇപ്രാവശ്യം ചെറിയ രീതിയിലാണ് നടത്തിയത്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം.
ആവേശകരമായ മത്സരമാണ്. ആവേശകരമായ മത്സരം. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെയും ആദ്യമായി വായനശാലയിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ വായനശാല പ്രസിഡന്റ് ശ്രീത്താണ്. ശ്രീത്തിനെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മഹോത്സവമാണ്. 10 മൈൽ പ്രദേശത്തെ ചുറ്റുപാടുമുള്ള പൊതുജനങ്ങൾ ഈ ഗ്രന്ഥാലയത്തെ നെഞ്ചേറ്റി ലാളിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഒരു മനോഹരമായ 4 വരി കവിത ഉണ്ട്. ആ കവിതയാണ് ഓണത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എന്റെ മനസ്സിലുണ്ടാവുക. ദീപമാലകൾ ചാർത്തി പാരിടം ജ്വലിക്കട്ടെ, ധീരയൻ നാട്ടിൽ പണം പുഴപോലൊഴുകിയിടട്ടെ, ജനലക്ഷങ്ങൾ തിക്കി തിരക്കി ഇരമ്പട്ടെ, എൻ പഴ മനസ്സിങ്കൽ ഓണമെത്തുവാൻ പാവം തുമ്പയും കിടാങ്ങൾ ഓണത്തെ ഉത്സവമാക്കാൻ 2 കാര്യം മാത്രമേ വേണ്ടൂ. ഒന്ന്, മനോഹരമായ പാവം തുമ്പപ്പൂക്കളുടെ സാന്നിധ്യം. നന്മ കൊണ്ടും പരിസ്ഥിതി കൊണ്ടും ഏറ്റവും മനോഹരമായ പൂവാണ് തുമ്പപ്പൂവ്. മഹാബലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് തുമ്പപ്പൂവ് എന്നാണ് കഥകൾ പറയുന്നത്. ആ തുമ്പപ്പൂവും അതുപോലെ തന്നെ കുട്ടികൾ അശ്വിയ കസേരക്കളി എഫ് വിഭാഗം സെക്കൻഡറി സിയോണാക്കെ കസേരക്കളി വേദിയെത്തി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ. എന്നാ ഞാൻ പറയാത്ത ടാറ്റ. അച്ഛനെന്താ പറയണ്ടേ?